Today, we are going to learn more about Phaeophyceae. Phaeophyceae എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൽഗയിൽ ഓൾമോസ്റ്റ് എല്ലാ ആൽഗേസും വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൽഗയിൽ വരുന്നതാണ്. പിന്നെ മാത്രമല്ല ഇതിന്റെ സൈസും കുറച്ച് വലുതാണ് കമ്പയർഡ് ടു അതർ ക്ലാസ്സസ് ലൈക്ക് ക്ലോറോഫൈസിയ ആയാലും സാന്തോഫൈസിയ ആയാലും ബാസിലറി ഫൈസിയ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സൈസ് കൂടിയ അല്ലെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള താലസ് ആണ് ഫിയോഫൈസിയൻ മെമ്പേഴ്സിലുള്ളത്. ഇതില് അറൌണ്ട് 240 ജനേറ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതില് 1500 സ്പീഷീസുകളുമുണ്ട്. പിന്നെ 32 ജനറായും 93 സ്പീഷീസും ഇന്ത്യനുമാണ്. സോ ഇറ്റ്സ് എ വെരി ബിഗ് ആയിട്ടുള്ള ഒരു ജനറയാണ്. അതായത് ഫിയോഫൈസിയയില് ഓൾമോസ്റ്റ് 32 ജനറ ഇന്ത്യൻ ആണ്. ബ്രൗൺ ആൽഗെ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സാന്തോഫിൽ പിഗ്മെന്റ് ഫ്യൂക്കോസാന്തൈൻ. ഓക്കെ, ആൻഡ് 99.7% മെറൈൻ ആണ്. ബട്ട് കുറച്ച് പെർസെൻറ്റേജ് 0.3% മാത്രമേ ഉള്ളൂ ഫ്രഷ് വാട്ടർ. അപ്പം വിചാരിക്കുക സീ വാട്ടറിലാണ് ഇത് കൂടുതലുള്ളത്, മെറൈനിലാണ് 99.7%. പ്ലൂറോക്ലാഡിയ ലാക്കസ്ട്രസ് എന്ന് പറയുന്നത് രണ്ടിലും കാണപ്പെടും, ഫ്രഷ് വാട്ടറിലും മെറൈനിലും. ഈ പ്രത്യേകതരം ആൽഗെ ഇമ്മൊബൈൽ ആണ്, അതായത് ഇത് എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്ത് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ നമ്മള് ക്ലോറോഫൈസിയൻ മെമ്പറിലും സാന്തോഫൈസിയൻ മെമ്പറിലും ഒക്കെ പല രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നു, പ്ലാങ്ക്ടൺസ് ആണ്, യൂണിസെല്ലുലാർ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മള് ഇവിടെ കംപ്ലീറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, മൾട്ടി സെല്ലുലാറും ആണ്. നമുക്കൊരു പ്ലാന്റ് ലൈക്ക് സ്ട്രക്ചർ തോന്നും മാക്സിമം നമ്പർ ഓഫ് പ്ലാന്റ്സ് കണ്ടാലും. കൊളോണിയൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫിലമെന്റസ് ഫോംസ് ആണ് നമുക്ക് കാണാൻ പറ്റും, ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത് കാണാൻ പറ്റും. ഇനി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഹെട്രോട്രിക്കസ് ആയിട്ടുള്ള ഫിലമെന്റ് ഉള്ളതും ഉണ്ട്. എക്സാമ്പിൾ എക്ടോകാർപ്പസ്. മൈക്രോസിസ്റ്റസ് പൈറിഫറ എന്ന് പറയുന്ന പ്രത്യേകതരം പ്ലാന്റ് ആണിത്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ആൽഗെ ഇൻ ദ വേൾഡ്. ഇതിനെ മൈക്രോസിസ്റ്റസ് പൈറിഫറ എന്ന് വിളിക്കാനുള്ള റീസൺ തന്നെ മാക്രോ എന്ന് പറയുന്ന ലാർജ് എന്നുള്ള പേരിലാണ്. അറൌണ്ട് 60 to 90 മീറ്റേഴ്സ് വരെ ഇതിന് സൈസ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെ കെൽപ്സ് അല്ലെങ്കിൽ റോക്ക് വീഡ്സ് എന്ന് പറയും. ലസോണിയ എന്ന് പറയുന്ന ജീനസ് 4 മീറ്ററോളം വെക്കാൻ സാധിക്കും. നീരിയോസിസ്റ്റസ് എന്ന് പറയുന്നത് 25 to 30 മീറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ ബ്ലാഡർ കെൽപ്പ് എന്ന് വിളിക്കും നമ്മള്. പോസ്റ്റൽസിയ പാൽമഫോമിസ് എന്ന് പറയുന്നത് പാം ലൈക്ക് ആണ്. ഇതിനെ കണ്ടാൽ ചെറിയ പാമ്പ് പോലെ ഇരിക്കും, അറ്റാച്ച്ഡ് ആയിട്ട് റോക്സിൽ അറ്റാച്ച്ഡ് ആയിട്ട് കാണപ്പെടും. സീ പാം എന്ന് നമ്മൾ ഇതിനെ വിളിക്കും. According to Frisch, classification of Phaeophyceae consists of 9 orders: ectocarpales, Tylopteridales, Cutlariales, Sporokinales, Desmariaristales, Laminariales, Sphacerariales, Dictyoteales, Fucales. പ്ലാന്റ് ബോഡി എപ്പോഴും അറ്റാച്ച് ചെയ്ത് കാണപ്പെടും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ട്രക്ചർ കോൾഡ് as holdfast. മറ്റുള്ളതിൽ ഉള്ളതുപോലെ തന്നെ 3 ലാർജ് ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ യു ക്യാൻ സീ ദാറ്റ് this is the hapteron, the holdfast which is attached to the rocks. ഏറ്റവും താഴെ റൂട്ട്സ് പോലെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിന് കാണുന്നതാണ് holdfast. ഇനി ഇത് നമുക്ക് വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. ഇതിനെ ബ്ലേഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. ദിസ് പാർട്ട് ഓഫ് ദ ബ്ലേഡ് ഇസ് റെസ്പോൺസിബിൾ ഫോട്ടോസിന്തസിസ്. നമ്മളെ വലിയ പ്ലാന്റ്സ് പോലെ അല്ലെങ്കിൽ ഹയർ പ്ലാന്റ്സിന് ലീഫ് ഫോട്ടോസിന്തസിസ് തരുന്നത് പോലെ ഇവിടെ ഇതിനും ഇങ്ങനെ ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നതാണ്. പിന്നെ എയർ ബ്ലാഡേഴ്സും ഉണ്ട്. Photosynthetic pigments are like chlorophyll A, chlorophyll C, beta carotene, xanthophylls like lutein, fucoxanthin, flavoxanthin, vioxanthin ഇതൊക്കെയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫ്യൂക്കോസാന്തിൻ ആണ്. ദാറ്റ് മാസ് ദ ക്ലോറോഫിൽ ആൻഡ് ദ കരോട്ടിനോയിഡ്. അങ്ങനെ ഫ്യൂക്കോസാന്തിൻ കൂടുതലുണ്ടായിട്ട് മറ്റ് എല്ലാ പിഗ്മെന്റ്സിനെയും അത് മാസ്ക് ചെയ്യുന്നു. അങ്ങനെ ബ്രൗൺ പിഗ്മെന്റ് മാത്രം എടുത്തു കാണിക്കുന്നത് കാരണമാണ് ഇതിന് ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കാനുള്ള റീസൺ. അങ്ങനെയാണ് നമ്മൾ ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നത്. Growth of the plant body is apical. Example fucales and dictyoteales. Intercalary ആയിരിക്കും laminarials. ഇടയിൽ നിന്നായിരിക്കും laminarialsന്റെ ഗ്രോത്ത്. എപ്പിക്കൽ ആയിരിക്കും ഫ്യൂക്കൽസിനൊക്കെ. സെൽ വാളിൽ പ്രത്യേകതരം ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിന്റെ മ്യൂസിലിജിനസ് ലെയർ ആയിട്ട് കാണുന്നത് ഫ്യൂസിനിക് ആൻഡ് ആൽജിനിക് ആസിഡിന്റെ പ്രോപ്പർട്ടിയാണ്.
അതായത് നമ്മൾ സെല്ലുലോസ് ആണ് സെൽ വാൾ ഇൻ ദ കേസ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആൻഡ് ക്ലോറോഫൈസി എന്ന് പറയുന്ന പോലെ ഇവിടെ ഫ്യൂസനിക് ആൻഡ് ആൽജിനിക് ആസിഡ്. Now, alginic acid actually ഒരു economic value ഉള്ളതാണ്. artificial silk എന്നാണ് അതിനെ പറയുന്നത്. And it can be used as adhesive in along with sargassum and laminaria. സെൽസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ വെസിക്കിൾസ് കാണാൻ പറ്റും, വൈറ്റ് കളറിലെ വെസിക്കിൾസ്. ദീസ് ആർ കോൾഡ് ആസ് ഫ്യൂക്കോസ് ആൻഡ് വെസിക്കിൾസ് ഓർ വാക്യൂൾസ്. ഇതിനകത്തൊക്കെ ആയിരിക്കും റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ആയ ലാമിനാരിനും മാനിറ്റോളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മോട്ടൈൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് സൂസ്പോസും ഗമേറ്റ്സും ആണ്. ഇവിടെ നല്ല പോലുള്ള ഫ്ലജല്ലി ഉണ്ടായിരിക്കും. ടു ലാറ്ററലി ആയിട്ട് അൺഈക്വൽ ആയിട്ടുള്ള ഫ്ലജല്ലി ആണ് ഉണ്ടായിരിക്കുക. ഒന്ന് ലാർജർ വൺ ടിൻസൽ ഓർ പാൻറ്റോണിമയും പിന്നീട് ആക്രോടൈപ്പ്, അങ്ങനെ രണ്ടെണ്ണം നമുക്ക് കാണാൻ പറ്റും. റീപ്രൊഡക്ഷൻ 3 തരത്തിലുണ്ട്. ഹൈലി അഡ്വാൻസ്ഡ് ആയത് കാരണം വെജിറ്റേറ്റീവ്, സെക്ഷലി വളരെ ചെറിയ രീതിയിൽ കാണത്തുള്ളൂ, പക്ഷെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. റീപ്രൊഡക്റ്റീവ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ വി കോൾ ദം ആസ് പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ ഫാസിലാരിയൽസ് എന്ന് പറയും. ന്യൂ പ്ലാന്റ്സ് അതില് ഈ പറയുന്ന പ്രൊപ്പഗ്യൂൾസ് കാണാൻ പറ്റും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സൂസ്പോസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്പോസ് ആണ് ഉണ്ടാക്കുന്നത്, എക്സെപ്റ്റ് ഈ പറയുന്ന സ്പീഷീസുകളിൽ അവിടെ കാണത്തില്ല. ടൈലോപ്റ്ററിഡേൽസും ഡിക്റ്റോറ്റിയൽസിലും ഫ്യൂക്കേസിലും കാണില്ല. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാപ്ലോയിഡ് ആയിരിക്കും. ഇവിടെ 2 പ്രത്യേകതരം സ്പൊറാഞ്ചിയിൽ നിന്നായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഒന്ന് യൂണിലോക്കുലറിലാണ് ഈ ഹാപ്ലോയിഡ് ഉണ്ടാവുക, 2 പ്ലൂറിലോക്കുലറിൽ നിന്നും ഡിപ്ലോയിഡ്. So, haploid zoospores are produced from unilocular sporangia and diploid zoospores are produced from plurilocular sporangia. സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസോഗമിയും ഊഗമിയും ഐനൈസോഗമിയും നമുക്ക് കാണാൻ പറ്റും പല പല സ്പീഷീസുകളിലായിട്ട്. എക്സ്റ്റേണൽ ആയിരിക്കും ഫെർട്ടിലൈസേഷൻ. സൈഗോട്ടിൽ ഒരു മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നില്ല. സൈഗോട്ട് നേരെ ജെർമിനേറ്റ് ചെയ്ത് ഡിപ്ലോയിഡ് താലസ് ആണ് ഉണ്ടാക്കുന്നത്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ഐസോമോർഫിക് ആണ്, ഹെറ്ററോമോർഫിക്കും ആണ്, ഡിപ്ലോണ്ടിക്കുമാണ്. പലതരത്തിലും പല ജനറയിലും പല തരത്തിലുള്ള ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ കുറച്ച് സ്പീഷീസ് ഓഫ് ഫിയോഫൈസിയെ കാണാം. ലാമിനാറിയാണ് കണ്ടത്, സിസ്റ്റോഫോറ, ഡിക്റ്റിയോട്ട, സിസ്റ്റോഫോറ, പലതരം ഫിയോഫൈസിൻ മെമ്പേഴ്സ് ആണ് ഇതെല്ലാം. മാക്രോസിസ്റ്റസ്, ബ്ലാഡർ റാക്ക് അല്ലെങ്കിൽ ബ്ലാഡർ എന്നാണ് നമ്മൾ ഈ പറയുന്ന മാക്രോസിസ്റ്റസിനെ വിളിക്കുന്നത്. എഗ്രേരിയ, അണ്ടേരിയ, ഫ്യൂക്കസ്, സർഗാസം,